പുതിയ SCERT-യിലെ ക്ലാസ് 5-ലെ പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നമുക്കിന്ന് തുടങ്ങാം. അപ്പം ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയെല്ലൊരു ജീവിയും എന്നാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം നമ്മൾ പൊന്മാൻ എന്ന് പറയുമ്പോൾ ഒരു കിളിയാണ്. അപ്പം അത് ചില്ലകളിലൊക്കെ ആയിരിക്കും വിചാരിക്കില്ല, മരത്തിൻ്റെ പൊത്തിലൊക്കെ ആയിരിക്കും ജീവിക്കുക എന്നാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക, അല്ലേ? പക്ഷേ ഇവിടെ പറയുന്നത് നദീതീരത്തോ കുളക്കരയിലൊക്കെ ഉള്ള മാളങ്ങളിലാണ് താമസിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഓക്കെ, നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം. ഓക്കെ, അപ്പം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ഒരു പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ഓക്കെ, അപ്പോൾ ഉൽപാദകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സസ്യങ്ങളാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു ചെറിയ സസ്യമാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലവകങ്ങൾ എന്ന വാക്ക് പറയുമ്പോൾ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്നും ഓർത്തിരിക്കുക. അടുത്തത് മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? 1 സൂര്യപ്രകാശമാണ്, പിന്നെ 2 ജലസസ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ജലസസ്യങ്ങൾ കഴിച്ചിട്ട് ആയിരിക്കും പല ചെറിയ മത്സ്യങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഈ ചെറു സസ്യങ്ങൾക്ക് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം വഴിയായിരിക്കും അത് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ നിലനിൽപ്പിനും സൂര്യപ്രകാശം ആവശ്യമാണെന്ന് നമുക്ക് പറയാം, അല്ലേ? ഇനി ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. ഓക്കെ, അപ്പോൾ ആവാസം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ വയൽ പറഞ്ഞത്. അപ്പം ഒരു ആവാസം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവാസം എന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഉയർന്ന കണ്ണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപാദകരാദ്യം വരില്ലേ, സസ്യങ്ങൾ. ആ സസ്യങ്ങൾ ഇപ്പോൾ മാന് കഴിക്കുന്നു, ആ മാനിനെ പിന്നെ കടുവ കഴിക്കുന്നു, അല്ലേ? അപ്പോൾ ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഉയർന്ന കണ്ണി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ ആ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായ നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അതായത് താഴെ തട്ടിലുള്ള വർഗ്ഗം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാനായിരിക്കാം. അപ്പം മാനില്ലെങ്കിലും ചിലപ്പം വേറെ അവിടെ മുയലുണ്ടാവാം. അതുപോലെ സസ്യാഹാരം കഴിക്കുന്ന മറ്റ് ജീവികളുണ്ടാവും. അപ്പം മാനില്ലെങ്കിലും ആ ജീവികളെ കഴിച്ചിട്ട് കടുവയ്ക്കും ആ ഒരു ആഹാര ശൃംഖലേൻ്റെ നിലനിൽപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാനില്ലെങ്കിലും അവിടെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കടുവയെപ്പോലെയുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. ഓക്കെ, അപ്പം ഇവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കടുവ പോലത്തെ ഏറ്റവും ഉയർന്ന കണ്ണിയിലുള്ള ഒരു ജീവി നശിച്ചു പോയാൽ താഴത്തുള്ള ഈ ചെറു ജീവികളുടെ എണ്ണം കൂടി വരും. അപ്പോൾ അത് ചെടികളും കുറേ കഴിക്കും. അപ്പോൾ ചെടികളും നശിച്ചു പോകും. അങ്ങനെ മൊത്തം ആഹാര ശൃംഖല ഇല്ലാതായി പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കടുവ പോലുള്ള ഉയർന്ന കണ്ണികൾ നശിക്കാൻ പാടില്ല. അതിനാൽ കടുവയെപ്പോലെയുള്ള ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഓക്കെ, അപ്പോൾ ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യമാണെന്ന് ഓർത്തിരിക്കുക. 1ാമത്തെ പോയിന്റ്. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അതായത് ആഫ്രിക്കൻ മുഷി വന്നിട്ട് ഇപ്പം നമ്മുടെ കടുവേനെ പോലെ താഴെ തട്ടിലുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നു, നാടൻ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നു. ഇനി ഈ ആഫ്രിക്കൻ മുഷീനെ തിന്നു തീർക്കാനുള്ള വേറെ വലിയ മത്സ്യങ്ങളൊന്നും നമ്മുടെ ജലാശയങ്ങളിലില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ശ്രേണിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഒരു ചെടിയുണ്ട്, അത് പുഴു തിന്നുന്നു. ആ പുഴുവിനെ കോഴീനെ പിന്നെ കുറുക്കൻ,
ആ കുറുക്കനെ പിന്നെ ആര് കഴുകൻ കഴിക്കുന്നു. ഒരു ആഹാര ശൃംഖലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഓക്കെ, ഒറ്റ ഒരു ശ്രേണിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ, ഇല മുതൽ എന്താണ് കഴുകൻ വരെ. ഇതിനെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. ഇനി സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം എന്തൊക്കെയാണ്? ഒന്ന് സൂര്യപ്രകാശം വേണം, പിന്നെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതുപോലെ താഴെ കണം ജലം അല്ലേ, ഇത് മൂന്നാണ് വേണ്ടത്. പിന്നെ അവിടെ ഓക്സിജൻ കൊടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആഹാരം നിർമ്മിക്കാൻ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. പക്ഷേ സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ വേണം. അത് മാറിപ്പോകരുത് കേട്ടോ. ആഹാരം നിർമ്മിക്കാൻ ഓക്സിജൻ വേണ്ട, പക്ഷേ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട്. ആ ശ്വസിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഓക്സിജനാണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രകാശ സംശ്ലേഷണം അല്ലേ, ആഹാര നിർമ്മാണം നടക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം സൂര്യപ്രകാശവും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം, ഓക്കെ, ഹരിതകത്തിന് ഇംഗ്ലീഷ് എന്താണ്? ക്ലോറോഫിൽ. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഹരിതകവും എന്താണ്? ഈ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സസ്യങ്ങളിലെ ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിതകമാണെന്ന് പറയണം. ഇനി ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു അല്ലേ. ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വഴി പുറത്തു വരുന്ന വസ്തുവാണ് ഓക്സിജൻ അല്ലേ, അല്ലെങ്കിൽ വാതകമാണ് ഓക്സിജൻ. ഇനി ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അല്ലേ. അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പോയിൻ്റായിട്ട് ചോദിക്കാം. ഇനി ഈ ഇലകൾക്കൊക്കെ പല നിറങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. എല്ലാ ഇലകൾക്കും പച്ച നിറമല്ല. അപ്പോൾ ഈ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നിപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം. ഇനി ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? അത് ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്. അതുപോലെ ഇലകൾക്ക് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ എന്ന വർണ്ണകമാണ്. അതുപോലെ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? സാന്തോഫിൽ ആണ് അല്ലേ. അപ്പം ഈ 4 എണ്ണം ചോദിക്കാം. ഹരിതകം, പിന്നെ ആന്തോസയാനിൻ, അതുപോലെ കരോട്ടിൻ, സാന്തോഫിൽ, ഇതൊക്കെ ചോദിക്കാം. എന്നിട്ട് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റിച്ചിട്ട് ശരിയായി ജോഡി ചെയ്ത് തെറ്റായി ജോഡി ചെയ്ത് എന്നൊക്കെ ചോദിക്കാം. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം. അത് അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട വാതകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, ഓറഞ്ച് നിറത്തിൽ കാണുന്നത്. അതുപോലെ ഓക്സിജൻ പച്ച നിറത്തിലല്ലേ. പിന്നെ വരുന്നത് ആർഗണാണ് നീല നിറത്തിൽ. പിന്നെ ഒരു റോസ് നിറത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ്ട്രാ പോയിൻ്റ് ആയിട്ട് ഇവിടെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എത്ര ശതമാനമാണെന്നുള്ളത്. അത് PSC ചോദിക്കാറുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. നൈട്രജൻ 78%, ഓക്സിജൻ 21% വരും. പിന്നെ മൂന്നാമത് വരുന്നത് ആർഗണാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് കൂടുതൽ കേട്ടുപരിചയമുള്ള വാതകങ്ങളുടെ പേരാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ നമ്മൾ മൂന്നാമത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എഴുതാൻ സാധ്യതയുണ്ട്, അപ്പോൾ തെറ്റിക്കരുത്. ആർഗണാണ് മൂന്നാമത് വരുന്നത്. അത് ഏകദേശം 0.9, ഏകദേശം 1% അല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. ഏകദേശം 1% ഓർത്തിരിക്കുക. ഇനി നാലാമതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അത് ഏകദേശം 0.04% ആണെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു പോയിൻ്റാണ്. ഒക്കെ ഓർത്തിരിക്കുക. അപ്പം നമ്മൾ എന്തിനാണ് ശ്വസിക്കുന്നത്? അത് ഊർജ്ജം ലഭിക്കാനാണ്. അടുത്തത് സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് അല്ലേ. അതായത് സസ്യങ്ങൾക്കും ഊർജ്ജം വേണം, അപ്പം അതിന് അവരും ശ്വസനം വഴിയാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത്. എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതായത് ജീവികളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സസ്യങ്ങളും അതേപോലെ തന്നെയാണ്. സസ്യങ്ങളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് അല്ലേ. അവർ പുറത്തു വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അപ്പം ഈ സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പുറത്തു വിടുന്നതാണ് ഓക്സിജൻ അല്ലേ. ശ്വസനം നേരെ തിരിച്ചുമാണ്. ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ജീവികളെ പോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെ. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ശ്വസനഫലമായിട്ട് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് അവർ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും
സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത്. അതായത് ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഇലകളിലൂടെയാണ് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അല്ലേ. ആ ഒരു ദ്വാരത്തിന് പറയുന്ന പേര്, ഇലകളിൽ കാണുന്ന ആ ദ്വാരത്തിന് പറയുന്ന പേര് ആസ്യാരന്ധ്രം എന്നാണ്. ഈ ആസ്യാരന്ധ്രത്തിലൂടെയാണ് വായു പുറത്തേക്കും അകത്തേക്കും പോകുന്നത്. ഇനി അടുത്തത്, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അത് നമുക്കറിയുന്ന ഒരു ബേസിക് കാര്യമാണ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു അല്ലേ. അതായത് നമ്മുടെ ആസ്യാരന്ധ്രം തന്നെ, അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് സ്റ്റൊമാറ്റ. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ. ഇനി അടുത്തത് ഈ പകൽ സമയത്തും രാത്രി സമയത്തും നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പകൽ സമയത്ത് മാത്രമാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. കാരണം എന്താണ്? സൂര്യപ്രകാശം പകൽ സമയത്താണ് ഉണ്ടാവുക അല്ലേ. അതുപോലെ ശ്വസനം എന്താണ്? രാത്രിയും പകലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിലൂടെ. ഇനി നമുക്ക് ചില സസ്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നോക്കാം. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അല്ലേ. മാവ് അതിൻ്റെ വേരുപയോഗിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലേ. ഇല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നു അല്ലേ. ഇനി അതിന് താഴെ, ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഈ വലിയ വലിയ മരങ്ങളുടെ മേലെ കാണുന്ന ഒരു ചെടിയാണ് മരവാഴ അല്ലേ. അപ്പോൾ അത് സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇരിക്കാൻ ഏതെങ്കിലും വലിയൊരു മരത്തിൻ്റെ കൊമ്പ് വേണം. ഇനി അടുത്തത്, ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. നമ്മൾ മാവിൻ്റെ മുകളിലൊക്കെ എന്താണ് ഇത്തിൽക്കണ്ണി കണ്ടിട്ടുണ്ടല്ലേ. അത് വന്നിട്ടുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് കേടായി പോകുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംഭവം ഇതാണ്, മാവിൻ്റെ ഈ ചില്ലകളുടെ അല്ലെങ്കിൽ ശിഖരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഇത്തിൽക്കണ്ണീൻ്റെ വേര് ആഴ്ന്നിറങ്ങും. എന്നിട്ട് ഈ മാവിൻ്റെ സൈലത്തിലൂടെ പോകുന്ന ഈ ലവണങ്ങളും വെള്ളമൊക്കെ ഈ ഇത്തിൽക്കണ്ണികൾ വലിച്ചെടുക്കും. എന്നിട്ട് അത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും. അപ്പോൾ മാവ് അത് നശിച്ചു പോകാനോ അല്ലെങ്കിൽ മാവിൻ്റെ വളർച്ച മുരടിക്കാനും ഇത് കാരണമാവും. ഇനി അടുത്തത്, ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അതായത് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന വള്ളി പോലത്തെ സംഭവമാണ് മൂടില്ലാത്ത ആളി. അതിന് ഇലകളൊന്നുമില്ല, ഒരു വള്ളി പോലത്തെ സംഭവമാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം തന്നെ ഉണ്ടാക്കുന്നില്ല. അത് ഫുൾ ഭക്ഷണം അതിൻ്റെ ഏത് ചെടീൻ്റെ മുകളിൽ പറ്റി പിടിച്ച് വളരുന്ന ആ ചെടീൻ്റെ അതിൽ നിന്ന് നേരിട്ട് കൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മരവാഴേൻ്റെ കുറച്ച് കൂടുതൽ നമുക്ക് നോക്കാം. ഈ മരവാഴയ്ക്ക് 2 തരം വേരുകളുണ്ട്. ഓക്കെ, ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വേരിൻ്റെ പ്രത്യേകത അതാണ്, ആ മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. ഇനി കട്ടി കൂടിയ വേരുകളുണ്ട്. ആ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസസ്ഥലത്തിന് അല്ലെങ്കിൽ അതിന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമാണ് അതിൻ്റെ ഏത് സസ്യത്തിൻ്റെ മുകളാണ് അത് വളരുന്നത് ആ ഒരു സസ്യത്തിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ആഹാരമോ ലവണമോ ജലമോ ഒന്നും വലിച്ചെടുക്കുന്നില്ല. അപ്പം ഈ 2 ടൈപ്പ് വേരുകളുണ്ടെന്ന് ആലോചിക്കുക, ചെറിയ വേരും പിന്നെ കട്ടുകൂടിയ വേരും. ചെറിയ വേരാണ് പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നത്, കട്ടി കൂടിയ വേരാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത്. ഇനി നമ്മൾ ഇത്തിൽക്കണ്ണി നോക്കാം. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അർദ്ധപരാതം എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ ഭക്ഷണം മുഴുവനായിട്ടും കട്ടെടുക്കൂല, ജലവും ലവണവും മാത്രം കട്ടെടുക്കും. ഇനി അടുത്തത് നമ്മുടെ മൂടില്ലാത്താളിയാണ്, ആ മഞ്ഞ നിറത്തിൽ കാണുന്ന വള്ളിയിലെ. അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താടി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് ഭക്ഷണം മൊത്തത്തിൽ കൊണ്ട് കട്ടെടുക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് പഠിച്ച ഈ 4 സസ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാവ് സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നു. അതുപോലെ മരവാഴ സ്ഥലത്തിന് വേണ്ടി, ജീവിക്കാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നു, ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. അതുപോലെ ഇത്തിൽക്കണ്ണി അതൊരു അർദ്ധപരാതമാണ്, ജലവും ലവണവും മാത്രമാണ് കട്ടെടുക്കുന്നത്, ഭക്ഷണം കട്ടെടുക്കുന്നില്ല. അതേപോലെ പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്ത ആളി, ഭക്ഷണം മുഴുവനായിട്ട് കട്ടെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ
ഈ ചേരുംപടി ചേർക്കാനും അങ്ങനെയൊക്കെ ചോദിക്കാം. ശരിയായ ജോഡി ഏത്, തെറ്റായ ജോഡി ഏത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.